praise a hallelujah for him. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം. I praise and thank God for giving us this blessed Sunday. ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. I'm really happy and glad that I could spend more time with you guys. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ രാത്രി കൊണ്ട് ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിക്കുകയാണ്. Just like pastor said, my ministry here is to finish by tonight. ഈ കൂട്ടായ്മയിൽ കടന്നു വരാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. I just want to thank God for giving me this opportunity to come here and stand in the midst of you. അതിന് മുഖാന്തരം ഒരുക്കിയ പ്രിയ റോബിനായി പ്രിയ ജെസ്സിക്കായി പ്രാർത്ഥിക്കുന്നു. I praise and pray to God for Robin and family who made this possible. നിങ്ങളെ വന്ന് കാണാനും നിങ്ങളെ ശുശ്രൂഷിക്കാനും കർത്താവ് ആയുസ്സും ബലവും നൽകിയതിനായി കർത്താവിന് സ്തോത്രം. And I praise and thank God for giving me the age and the strength to come here and to serve you. നിങ്ങളോട് കൂടെ ആയിരുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിനകത്തും അനുഗ്രഹമായി മാറി. And it has been a blessing to my spiritual life to be with you as well. ഹല്ലേലൂയ. Praise the Lord. കരമുയർത്തി കർത്താവിനൊന്നു കൂടെ സ്തോത്രം ചെയ്താട്ടെ. Let's just raise a hallelujah. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. Please do keep me in your prayers when you remind me. ഹല്ലേലൂയ. Praise the Lord. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. May God bless us and keep us to pray for each other in the coming days. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ നമുക്ക് തിരിക്കാം. Let's just turn our attention to the Bible verses that we were meditating on for the past 2 days. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ച് കൊണ്ടിരുന്നത്. We were thinking about John chapter 5 verse 8. ആ വാക്യം ഇങ്ങനെയാണ്: യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്കുക എന്ന് പറഞ്ഞു. Then Jesus said to him, get up, pick up your mat and walk. നാം ഇതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ ഇടയായി. And we have thought about the circumstances behind this in the past 2 days. പുതിയതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്ത പല പ്രിയപ്പെട്ടവരും ഇന്ന് പകലിൽ നമ്മോടൊപ്പമുണ്ട്. I can see a few new faces who weren't there in the previous meetings. എല്ലാ ഭാഗങ്ങളും നമുക്ക് വീണ്ടും ആവർത്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. And we don't have much time to explain all that we did last. എങ്കിലും മറ്റുള്ളവർ കൂടെ നമ്മുടെ ഒപ്പം അത് മനസ്സിലാക്കി വരേണ്ടതിന് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. But I'm gonna remind few things that we had discussed the past few days so that the new people can catch up. യെരുശലേമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധയാത്മാവ് ഈ ദൂത് നമ്മോട് പങ്കുവെക്കുന്നത്. God has spoke to us because of the pool that was near Jerusalem. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. This is a pool which is situated near the sheep gate in Jerusalem. ആട്ടുവാതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് വാതിലുകളുണ്ട്. നാം വചനം പഠിച്ചാൽ ഏതാണ്ട് 7ഓളം വാതിലുകളെ കുറിച്ച് പരിശുദ്ധയാത്മാവ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു വാതിലാണ് ആട്ടുവാതിൽ. In Bible we can see several gates to the temple, but sheep gate is one of the 7 gates to the temple. ആട്ടുവാതിൽ എന്ന് ഇതിനെ വിളിക്കാൻ കാരണം യെരുശലേം ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് പോകുന്നവർ യാഗമർപ്പിക്കേണ്ട യാഗമൃഗങ്ങളുമായി പ്രവേശിക്കേണ്ട വാതിലാണ് ആട്ടുവാതിൽ. The reason why it's called sheep gate is because people, when they go to worship God in the temple, they took their animals through this gate. ഈ ആട്ടുവാതിൽക്കൽ ഒരു കുളം സ്ഥിതി ചെയ്യുന്നു. And we know that there is a pool near to that gate. ആ കുളത്തിന്റെ പേര് ബെഥെസ്ത എന്നാണ്. And it is called Bethesda. ബെഥെസ്ത എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. And we know that it is the meaning is the home to the grace. അതിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ഈ കുളവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് പങ്കുവെക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. And there are few things which is the Holy Spirit showing it to us. പ്രധാനമായി ഈ കുളത്തിന് 5 മണ്ഡപങ്ങൾ ഉണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And it shows that there are 5 colonnades for the
pool. ഈ മണ്ഡപങ്ങളിലായി ധാരാളം ആളുകൾ കിടക്കുകയാണ്. And there are a huge number of people lying in those places. ഈ കിടക്കുന്ന ആളുകൾ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ വെളിച്ചത്തിലാണ് പരിശുദ്ധാത്മാവ് അവരെ പരിചയപ്പെടുത്തുന്നത്. And this is how the Holy Spirit is introducing these people who are struggling in their lives. അവരാരൊക്കെയാണെന്ന് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. And in verse 3 we can see who all are those people. മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Let's read verse 3. ആ വലിയൊരു കൂട്ടം കിടക്കുകയാണ്. And it says here a great number of disabled people used to lie, the blind, the lame and the paralyzed. അവരാരൊക്കെയാണെന്ന് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we can know that who all are those people in one word. 4 കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് ആ കുളക്കടവിൽ കാണാം. And we can see 4 category of people lying in there. കുരുടർ, വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, വ്യാധിക്കാർ. The blind, the lame and the paralyzed. ഇങ്ങനെ 4 വിധത്തിലുള്ള ആളുകൾ ഈ കുളക്കടവിൽ കിടക്കുന്നു. And these 4 people are lying near to the pool. ഇവരെന്തിനാണ് ഈ കുളക്കടവിൽ കിടക്കുന്നത്? Why are they lying near the pool? ഇവർ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുന്നവരാണ്. And they were looking at the waters. ആ മൂന്നാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിച്ചു നിർത്തിയത്. And we were meditating on verse 3. ഇവിടെ അത് ഈ ബെഥസ്ദ കുളത്തിലെ വെള്ളം അത് ചലിക്കുന്ന വെള്ളമാണ്. And we know that the water on the pool has waves in it. ഈ വെള്ളം ചലിപ്പിക്കുന്നത് മാനുഷികമായ സംവിധാനങ്ങളായിരുന്നില്ല. And there is not a human technique to use to have the waves in the pool. ആ വെള്ളത്തെ ചലിപ്പിക്കുന്നത് സ്വർഗീയ സംവിധാനമാണ്. And it was done by the angels from heaven. അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. And we finished at that. തിരുവെഴുത്ത് പറയുന്നു, The Bible says, അതത് സമയത്ത് ഒരു ദൂതൻ ഈ കുളത്തിൽ ഇറങ്ങുന്നുണ്ട്. and each time an angel comes down. സമയം നിശ്ചയമില്ല. And there's no specific time to do അവിടെ it. കിടക്കുന്ന ആർക്കും ദൂതനിറങ്ങുന്ന സമയത്തെ കുറിച്ച് വ്യക്തതയില്ല. And the people who are lying there doesn't know which time the angel comes. ദൂതൻ ഇറങ്ങുമെന്നുള്ളത് വാസ്തവമാണ്. They know that the angel is going to come, പക്ഷെ എപ്പോ ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. but they don't know when they are going to come. പക്ഷെ കിടക്കുന്നവരൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. But the people who are lying near, they have a responsibility. എപ്പോഴാണ് ദൂതൻ ഇറങ്ങുന്നതെന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് എപ്പോഴിറങ്ങിയാലും ഒരു വിടുതലിനെ പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പിൽ വേണം അവിടെ കിടക്കുന്നവൻ കിടക്കാൻ. And the people who are lying next to it, they have to be ready because they don't know when the angel is going to come, and when the angel is going to come, he has to be ready for it. ഇന്ന് രാത്രിയിലും ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴാണ് ചലിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. And in this evening as well, we don't know when the Holy Spirit is going to move. പക്ഷേ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യത്തെ എപ്പോഴാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, ആ സാന്നിധ്യത്തിലേക്ക് നാം വിധേയപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കപ്പെടുന്നത്. Only when we know when the presence of God is going to come in midst of us and we are ready for it, that's when God does miracles in your life. അതാത് സമയത്തൊരു ദൂതൻ ഇറങ്ങും. And each time an angel comes down. ഈ സമയം മനുഷ്യൻ അറിഞ്ഞുകൂടാ. This time the men or the humans doesn't know. പക്ഷേ ഈ സമയം അറിയാവുന്നത് സ്വർഗ്ഗത്തിന് മാത്രമാണ്. And only the heaven knows what time the angel is going to come ആ down. സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയമാണ്. And it was God's time. ദൈവത്തിന്റെ സമയം ഏതെന്ന് പരിശോധിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഒരു പദം ഇങ്ങനെ ഇടപെട്ടു. When I searched what is God's time, this came up. പത്രോസ്ലീഹയാണ് അതിനെ കുറിച്ച് പറയുന്നത്. Peter says, ആ സമയം എന്ന് പറയുന്നത് തക്ക സമയമാണ്. and that time is the right time. ദൈവത്തിന്റെ സമയം തക്ക സമയമാണ്. And God's time is the right time. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ സമയം മാറിപ്പോകത്തില്ല. And Holy Spirit is speaking to someone in here to say that God doesn't change the right time. നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പല സമയങ്ങളും മാറിപ്പോയെന്ന് വരാം. For us, the time that we think that the God is going to do miracle, that might change. സമയം വൈകി എന്ന് പറഞ്ഞിരിക്കുന്നവർ ഇന്ന് രാത്രി
ഇതിനകത്തുണ്ടാകാം. We might think that the God has delayed his promises. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ സമയത്തിന് മാറ്റമില്ല. But I want to say one thing, that God's time is the right അവൻ time. തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്നവനാണ്. And he has the right time to pull you up. അവൻ തക്ക സമയത്ത് നിന്നെ മാനിക്കുന്നവനാണ്. And he has the right time to honor you. അവൻ തക്ക സമയത്ത് നിന്നെ അതെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. And God is faithful enough to bless you at the right time. ഹല്ലേലൂയ. Hallelujah. അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങും. And at each time an angel comes down. വചനം പറയുന്നു, ഇറങ്ങുന്ന ദൂതൻ വെള്ളത്തെ കലക്കും. And the angel comes in and stirs the water. ദൂതൻ ഇറങ്ങുന്നത് വെള്ളത്തെ കലക്കാനാ. An angel comes in to stir the water. ഇന്ന് പല ദൂതന്മാരും ഇറങ്ങുന്നത് ജനത്തെ കലക്കാനാ. And today the angel comes in to stir the people up. പക്ഷെ ബെഥസ്ദ കുളക്കടവിൽ ഇറങ്ങുന്ന ദൂതന്റെ ദൗത്യം വെള്ളം ചലിപ്പിക്കുക എന്നുള്ളതാണ്. But the responsibility of the angel who comes down to the Bethesda pool is to stir the water. അടുത്ത വാക്യം പറയുന്നത്, ചലിക്കുന്ന വെള്ളത്തിലേക്ക് ആദ്യം ആരിറങ്ങുന്നുവോ അവൻ വിടുതൽ പ്രാപിക്കും. And whoever jumps into the pool when the angel stirs the water, he gets the healing. ഹല്ലേലൂയ. Hallelujah. വെള്ളത്തിൽ ഇറങ്ങുന്നവന്റെ മേലാണ് വിടുതൽ നടക്കുന്നത്. And the healing will come to the person who jumps through the water. ഹല്ലേലൂയ. Hallelujah. ദൂതൻ ഇറങ്ങിയതല്ലേ, വെള്ളം ചലിച്ചതല്ലേ. എന്നാൽ ആ വെള്ളം കുറച്ചെടുത്ത് കിടക്കുന്നവന്റെ മേൽ തളിച്ചാൽ വിടുതൽ നടക്കുമോ? നടക്കേല. വെള്ളത്തിൽ ഇറങ്ങുന്നവന്റെ മേലാണ് വിടുതൽ. Just because the angel came down to stir the water, you can't take the water and pour it over a paralyzed. The person has to jump into the water. ആരൊക്കെയോ പറയുന്നുണ്ട് തളിച്ചാലും വിടുതലാന്ന്. And some people say if you pour the water on some people, that there's the healing. പക്ഷെ വചനം പറയുന്നത് തളിക്കലല്ല, മുങ്ങലാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. But the Bible says you have to dip into the water rather than pour it on വചനം someone. മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം Praise ചെയ്യുകയാണ്. God whoever gets it. ഇവിടെ പറയുന്നു, അതത് സമയത്ത് ദൂതൻ ഇറങ്ങി വെള്ളത്തെ ചലിപ്പിക്കും. വെള്ളം ചലിച്ച ശേഷം ആദ്യം ആരിറങ്ങുന്നുവോ അവന്റെ മേൽ വിടുതൽ വെളിപ്പെട്ടു വരും. And the Bible here says that when the angel comes and stirs it, the first person to jump into the water gets the healing. വചനം പറയുന്നത്, വെള്ളത്തിൽ ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരുമെന്നാണ്. And the person who jumps, whichever disease, whichever problems he has, he gets the healing. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നിന്റെ ഏതു വിഷയവും പരിഹരിക്കാൻ പറ്റുന്ന ഇടത്താണ് ഇന്ന് രാത്രി നീ വന്നിരിക്കുന്നത്. I just want to say one thing. You came to the place where any problem in your life can get resolved. ഇന്ന് രാത്രി നിന്റെ വിഷയം എന്തു തന്നെയായാലും നീ ഭാരപ്പെടരുത്. ഇന്ന് രാത്രി അത് സൗഖ്യമാക്കാൻ കഴിയുന്നവന്റെ മുമ്പിലാണ് നീ ഈ രാത്രി വന്നിരിക്കുന്നത്. Whatever the issue is tonight with you, you have came to the right place to get the healing. വചനം പറയുന്നു, ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. In the Bible it says whichever disease that the person has, he gets the healing. സൗഖ്യം വരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. If you want to get healed, you have to do one thing. എപ്പോഴെങ്കിലും ഇറങ്ങിയ പോരാ. You just don't have to go in any time you want. ആദ്യം ഇറങ്ങണം. You have to jump in at the first time. എന്ന് പറഞ്ഞ ഒരു ഉത്സാഹമുള്ളവനെ ഒരു വിടുതൽ പ്രാപിക്കാൻ And പറ്റത്തുള്ളൂ. you have to be really alert at this time. ആലയത്തിന്റെ അകത്ത് വന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തളർന്നും വാടിയും മയങ്ങിയും ഇരുന്ന വിടുതൽ നടക്കേല. Just because you came to the church and has like a lazy feeling to it, you won't get the healing. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നിനക്കൊരു ഉത്സാഹമുണ്ടെങ്കിൽ ഈ രാത്രി ഇറങ്ങുന്ന സാന്നിധ്യത്തിന്റെ അകത്ത് നിനക്കൊരു വിടുതൽ മറഞ്ഞിരിക്കുന്നുണ്ട്. And if you come here today and you are at the alert and attentive to the word of God, you will get healing. ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. The first one to jump gets the healing. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. കാലങ്ങളായി ഈ കുളത്തിനകത്ത് ധാരാളം ആളുകൾ സൗഖ്യമായി കയറിപ്പോയി. And we know that in the history there have been lot of people who got healing from that pool. പക്ഷേ നിങ്ങൾ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, But when we go to verse 5, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. one who was there had been an invalid for 38 years. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരിടം പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നു. And the Holy Spirit is introducing us for the miracle place that we see here. ഈ കുളത്തിന്റെ പശ്ചാത്തലവും
ഈ കുളത്തിൽ നടക്കുന്ന ദൈവപ്രവർത്തികളെ കുറിച്ചൊക്കെ പങ്കുവച്ചു വരുമ്പോ സ്വാഭാവികമായും അടുത്തത് പറയേണ്ടത് ഒരുപക്ഷെ ഈ കുളത്തിൽ നടന്ന ഒരു വിടുതലിനെ കുറിച്ചല്ലേ? And when we speak about this history and the circumstances of this place, we should know about the healing that has been done there. അത്ഭുതകരമാർന്ന വിടുതൽ നടക്കുന്ന കുളക്കടവിന്റെ പരിസരത്ത് വിടുതലില്ലാത്ത ഒരു വ്യക്തി കിടക്കുന്നു. And there has been one person in the surrounding of this pool where he is not getting healing. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ നിന്ന പലരും, അതിലൂടെ യാത്ര ചെയ്ത പലരും, അവിടെ കിടന്ന പലരും നോക്കിയത് വിടുവിക്കപ്പെട്ട് കയറിപ്പോയവരെയാണ്. And the people who have been walking by the pool and the people who has got the healing, they all looked at the people who got the healing. പക്ഷെ പരിശുദ്ധയാത്മാവ് നോക്കിയത് വിടുവിക്കപ്പെട്ടവനെ അല്ല, വിടുവിക്കപ്പെടാത്തവനെയാണ്. But when Holy Spirit looked at it, he didn't look at the people who already got the healing, but the person who didn't get it. പല യോഗങ്ങൾക്കകത്തും നാം ചെല്ലുമ്പോൾ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ വിടുതലിന്റെ സാക്ഷ്യങ്ങളാണ്. And when we go to meetings, we hear the testimonies where a miracle has been done in their lives. ഇന്നുവരെ വിടുവിക്കപ്പെടാത്തവൻ ഒരു സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കുന്നത് ഞാൻ ഇതുവരെ ഒരു യോഗത്തിലും And കണ്ടിട്ടില്ല. I've never seen a place where a testimony is being given to a person who hasn't got a miracle in their life. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. പക്ഷേ ബേഥസ്ദ കുളക്കടവിൽ കർത്താവ് പരിചയപ്പെടുത്തുന്നത് വിടുവിക്കപ്പെട്ടവനെയല്ല, വിടുവിക്കപ്പെടാത്തവനെയാണ്. But God in here is introducing us to a person who didn't get the healing, but who is waiting to get healing. ലോകത്തിന് വിടുവിക്കപ്പെട്ടവനാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഗൗരവമുള്ളതെങ്കിൽ, The world looks at the persons who got the healing, നമ്മുടെ കർത്താവിന് വിടുവിക്കപ്പെടാത്തവനെയാണ് ഗൗരവം. but our God wants to know what the unhealed are for. വിടുവിക്കപ്പെട്ട് കയറിപ്പോയവനെ യേശു നോക്കിയില്ല. And Jesus didn't look at the person who got the healing from the pool. യേശു നോക്കിയത് വിടുവിക്കപ്പെടാതെ കിടക്കുന്ന ഒരുത്തനെയാണ്. And Jesus looked at the person who didn't get the healing. തിരുവെടുത്ത് പറയുന്നു ഇവൻ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവനാണ്. And the Bible says he's been lying there near the pool for 38 years. കഴിഞ്ഞ 38 വർഷങ്ങൾ For 38 years. അതൊരു ചെറിയ കാലയളവാണോ? And is it a short period of time? ഒരിക്കലുമല്ല. It is not. ഒരു മനുഷ്യന്റെ നല്ല ആയുസ് കുളക്കടവിൽ കിടന്ന് അതേ പ്രൈസ് ദി ലോർഡ് തീർന്നു. And he has spent much of his lifetime near the pool. പക്ഷെ അവനൊട്ടും ഭേദം വരുന്നില്ല. And nothing has been changed in his അവന് life. നാളിതുവരെ വിടുതൽ പ്രാപിച്ചില്ല. And he didn't get any healing. അതിന്റെ അർത്ഥം ഈ 38 വർഷം ഇവിടെ ദൂതൻ ഇറങ്ങിയില്ലേ? Is that because the angel hasn't been there for 38 years? കുളം കലങ്ങിയില്ലേ? Is the water been stirred? കുളം കലങ്ങി. The water has been stirred. ദൂതൻ ഇറങ്ങി. The angel has been there. പലരും വിടുതൽ പ്രാപിച്ചു. A lot of people has got the healing. അവനോട് ചോദിച്ചേ, Ask him, ഇവിടെ ദൂതൻ ഇറങ്ങിയില്ലേ? did the angel come there? അവൻ പറയും ദൂതൻ ഇറങ്ങി. He'll say the angel has come. അല്പം മുമ്പ് കൂടെ വിടുതൽ പ്രാപിച്ച ഒരുവൻ എന്റെ മുമ്പിലൂടെയാണ് കയറിപ്പോയത്. I just saw a person who got the healing walking from the pool. എന്ന് പറഞ്ഞാൽ നന്മ മുമ്പിലുണ്ട്, He can see the blessing in the front, സാധ്യത മുമ്പിലുണ്ട്. and he can see the possibility in front of him, പക്ഷേ അതിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. but he couldn't able to grab onto it. വാഗ്ദത്തമുണ്ട്, He has the promise, പക്ഷേ അതിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. but he hasn't have the ability to get ഇന്ന് it. രാത്രിയിലും യേശു വിടുവിക്കുന്നവനാണെന്നറിയാം, We know in this night that God is doing പക്ഷെ healing, വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. but we can't get the healing from him. ഇന്ന് രാത്രി അങ്ങനെ തളർന്നിരിക്കുന്നത് പലതും പല ആലയങ്ങളുടെ ഉള്ളറകളിലുണ്ട്. And we can see a lot of people in this generation churches. അവരോട് ചോദിച്ച് യേശു സൗഖ്യമാക്കുമെന്നറിയാമോ? Do you know that God will get healing for you? അവർക്കറിയാം, They know that, പക്ഷെ അവർക്ക് സൗഖ്യമില്ല. but they don't have the healing. എന്ന് പറഞ്ഞാൽ വിടുതലിന്റെ സാധ്യത മുമ്പിലുണ്ടെങ്കിലും വിടുവിക്കപ്പെടാൻ കഴിയുന്നില്ല. Because they know that there is a possibility of getting healed, but they can't get the healing. അവനെ ആരും കണ്ടില്ല, No one saw him. അവനെ ആരും ശ്രദ്ധിച്ചില്ല. No one paid attention to him. അങ്ങനെയുള്ള ഒത്തിരി പേർ നമ്മുടെയൊക്കെ ആലയങ്ങളുടെ കോണിലുണ്ട്. And there are a lot of people who is in a similar situation. ആരും അവനെ ശ്രദ്ധിക്കാറില്ല. No one looks at him. എല്ലാവരും നോക്കുന്നത് വിടുവിക്കപ്പെട്ടവനെയാണ്. Everyone looks at the person who got healed. എല്ലായിടത്തും അവസരമുള്ളത് വിടുതൽ പ്രാപിച്ചവനാണ്. There is an opportunity for the people who got healed. പലപ്പോഴും വിടുവിക്കപ്പെടാത്തവൻ ആലയങ്ങളുടെ ഏതോ കോണുകളിലേക്ക്
ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അടിച്ചമർത്തപ്പെടുകയാണ്. And the person who didn't get the healing has been cornered to parts of the church. അങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒത്തിരി പേരെ നമുക്ക് പല കൂട്ടായ്മകളിലും ചെന്നാൽ കാണാൻ കഴിയും. And we can see a lot of people like that. പക്ഷേ ഞാൻ ഇവിടെ ഒരുത്തരെ കണ്ടു. But I've seen one person in here. അവന്റെ പേര് യേശു എന്നാണ്. And that person is Jesus. യേശു ആ കുളക്കടവിൽ ചെന്നു. When Jesus came to that pool, യേശു അവിടെ ചെന്നിട്ട് അന്വേഷിച്ചത് വിടുതൽ പ്രാപിച്ചവനെയല്ല. Jesus didn't look for the person who got the healing. യേശുവിന്റെ കണ്ണുകൾ ചെന്ന് പതിഞ്ഞത് വിടുവിക്കപ്പെടാത്തവന്റെ മേലാണ്. Jesus' eyes fell on the person who didn't get the healing. ആരുടെയൊക്കെ കണ്ണുകൾക്ക് നീ മറഞ്ഞിരുന്നാലും For the people who have been hidden for ഇന്ന് years. രാവിലെ കർത്താവിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നീ മറഞ്ഞിരിക്കത്തില്ല. But you won't be hidden in the eyes of Jesus. നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ യേശു മതിയായവനാണ്. Jesus is almighty to solve every problem that you have. ഇന്ന് രാത്രി എന്റെ വിഷയം ആരോട് ഞാൻ പങ്കുവെക്കും, ആരും എന്റെ വിഷയം അറിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ രാത്രി നിന്നെ കാണുന്ന ഒരുവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. If someone in here thinks that no one's hearing my problem, there is a person in here who hears all your problems. ഹല്ലേലൂയ. Praise the Lord. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Let's just raise a hallelujah. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. In verse 6 it says, അവൻ കിടക്കുന്നത് യേശു കണ്ടു. when Jesus saw him lying there, യേശു അവനെ കണ്ടു. Jesus saw him. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു വലിയ കൂട്ടം കിടക്കുന്നു. There's been a lot of people in there. ആ പദം എന്നെ വളരെ ചിന്തിപ്പിച്ചു. I've been thinking about that. ഇത്ര വലിയ കൂട്ടം കിടക്കുന്നതിന്റെ നടുവിൽ യേശു അവരെ കണ്ടുവെന്നല്ല, യേശു അവനെ കണ്ടുവെന്ന. In midst of all the people, Jesus saw him. ഒരു വലിയ തിരക്കുള്ള കുളക്കടവിൽ യേശു എങ്ങനെയാണ് അവനെ മാത്രം കണ്ടത്? Why does Jesus saw just one person in midst of huge people gathering അവനെ there? യേശു കണ്ടതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. There's a reason behind Jesus seeing him. ഞാൻ ആ ദൂതിലേക്ക് വരും. I'm going to come to that. അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. And in the following verse it says he had been in this condition for a long time. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. And Jesus asked, are you willing to get healed today? ഇവൻ ഈ കുളക്കടവിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. And he has been lying there for 38 years. ഇവൻ ഈ അവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. And he has been there in that situation for 38 years. അങ്ങനെയുള്ള ഒരുവന്റെ അടുക്കൽ ചെന്ന് യേശു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കണ്ടോ? And Jesus is going to that person and asking this question. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? He is asking, are you willing to get healed? സ്വാഭാവികമായും അവന്റെ ഉള്ളിൽ ഒരു ചോദ്യമില്ലേ, സൗഖ്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ കിടക്കുന്നത്? And he might be asking to himself that, why am I here? I want to get healed. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു മനുഷ്യനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെയുള്ള ഡോക്ടർ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം വേണോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? What will be the reaction of a person who is in a critical condition, taken to a hospital, and the doctor asks, are you willing to get healed? സൗഖ്യമാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്? മരിക്കാൻ വീട്ടിൽ കിടന്ന് മരിക്കാമല്ലോ. What's the point in coming to a hospital if it's not for healing? 38 വർഷം കുളക്കടവിൽ കിടക്കുന്നവൻ വിടുതൽ പ്രാപിക്കാൻ അല്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ട കാര്യമുണ്ടോ? അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ കർത്താവേ അങ്ങ് ചോദിക്കുന്നതെന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയർന്നു. And I've had a question in my heart, is this the appropriate question to ask for a person who has been waiting for 38 years to get the healing? യേശു എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്? Why did Jesus ask that question? ഇവിടെ ഇവൻ കിടക്കാൻ തുടങ്ങിയിട്ട് ദീർഘകാലങ്ങളായി യേശു അറിഞ്ഞില്ലേ? And did Jesus not know that he has been lying there for 38 years? അറിഞ്ഞിട്ടും യേശു ചോദിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടോ? And he still asks the question even though he knows it. യേശു എന്തിനാ അങ്ങനെ ചോദിച്ചേ? Why did Jesus ask that question? അവന്റെ മറുപടി നിങ്ങൾ കണ്ടോ? He answers. 7-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. In verse 7 it says, Sir, the invalid replied, I have no one to help me into the pool when the water is stirred. When I am trying to get in, someone else goes down ahead of me. 7-ാമത്തെ വാക്യത്തിൽ ആ രോഗി യേശുവിനോട് പറയുകയാണ്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന ഉത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചേ, യേശു ചോദിച്ച ചോദ്യം എന്താ? What did the question that Jesus asked? അവൻ പറഞ്ഞ ഉത്തരം എന്താണ്? And what's the answer he gave? യേശു അവനോട് ചോദിച്ച ചോദ്യം, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? Jesus asked, are you willing to get healed today? അതിനുള്ള മറുപടി എന്താണ് അവൻ പറയേണ്ടത്?
What's the answer that he was supposed to give it to him? ന്യായമായി അവൻ പറയേണ്ട മറുപടി ഉണ്ടെന്നോ ഇല്ലെന്നോ ആണ്. He could either answer yes or no to that question. പക്ഷേ അവൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല മറുപടി പറയുന്നത്. But he didn't answer in an yes or no way. അവൻ പറയും എന്തുകൊണ്ട് അവന് സൗഖ്യം വന്നില്ലെന്നാണ് അവൻ പറയുന്നത്. And he's explaining the reason why he didn't get healed. അവൻ പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. You have to look into the answer that he gives. രോഗി അവനോട് പറയുന്ന മറുപടി, The answer that he gives, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ when the water is stirred, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. I have no one to help me in the എന്ന് pool. പറഞ്ഞാൽ വിടുതൽ നടക്കണമെങ്കിൽ കുളത്തിൽ ഇറങ്ങണം. If I want to get healed, I have to be in the pool. എപ്പോഴെങ്കിലും ഇറങ്ങിയ പോരാ, He doesn't have to jump into the water anytime. വെള്ളം കലങ്ങുമ്പോൾ ഇറങ്ങണം. He has to jump into the water when the water is stirred. അപ്പൊ ഇവന് ഇവിടെ നടക്കുന്ന വിടുതലിനെ കുറിച്ചറിയാം. He knows the healing process that's happening there. കുളത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടല്ല ഇവൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. He's not lying there because he doesn't have the knowledge of that. നമ്മുടെ പല ആളുകളുടെയും കുഴപ്പം അതാണ്, നമുക്ക് അറിയാമല്ല, അതാണ് ഇവിടുത്തെ വിഷയം. Our problem is sometimes we know everything. ഹല്ലേലൂയ. Praise the Lord. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. We know everything. യേശു വിടുവിക്കുന്നവനാണ് നമുക്കറിയാം. We know Jesus gets you healed. യേശു പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. We know Jesus can do stuff. നമുക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാം. And we know the Bible thoroughly. പാസ്റ്റർക്കാലും നന്നായിട്ട് പ്രസംഗിക്കാനും നമുക്കറിയാം. We can preach more than the pastor can. അത് നല്ല അറിവുള്ളവരാ നമ്മൾ. And we are all knowledgeable people. ഇവനും നല്ല അറിവുള്ളവനാ. And he is also like that. പക്ഷേ ഇവന് വിടുതലില്ല. But he doesn't have the healing. ഹല്ലേലൂയ. Hallelujah. അറിവ് കൊണ്ട് കാര്യമില്ല ദൈവമക്കളെ. There's no use of having knowledge. ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന അറിവ് നിന്റെ അകത്തിന്ന് രാത്രി വിടുതലായി വ്യാപരിക്കപ്പെടണം. And the knowledge that you have, that should give the healing process. ഇവന് കുളത്തെ കുറിച്ച് അറിയാം. He knows about the pool. ദൂതൻ ഇറങ്ങും. The angel comes down. കുളം കലങ്ങും. The water gets stirred. കുളത്തിൽ ആദ്യം ഇറങ്ങും. The first person to go, ഇറങ്ങുന്നവൻ വിടുവിക്കപ്പെടും. and he will get എന്ന് healed. പറഞ്ഞാൽ ഇവൻ ഒരു സിസ്റ്റത്തിന്റെ അകത്താണ്. And he knows that he is inside the system. കഴിഞ്ഞ 38 വർഷമായി ഇവൻ കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട്. And this is a system that he's been seeing for 38 years. ഇതുവരെ ഇതല്ലാതെ അവൻ വേറൊന്നും അവിടെ കണ്ടിട്ടില്ല. And he hasn't seen anything else apart from this. ചർച്ചകൾക്കകത്ത് സിസ്റ്റങ്ങളുണ്ടോ? Is there a system in the church? ഹല്ലേലൂയ. Hallelujah. പെന്തക്കോസ്തിനകത്ത് സിസ്റ്റം ഉണ്ടോ? Is there a system inside the Pentecostal? ഇല്ലെന്ന് നമ്മൾ പറയും. We say that there's പക്ഷേ nothing. ഏറ്റവും കൂടുതൽ സിസ്റ്റം ഇതിനകത്താ. But we know that there's been a lot of systems in here. പലർക്കും സിസ്റ്റം അറിയാം. Everyone knows the system. എല്ലാരും ആ സിസ്റ്റത്തിനകത്താണ്. Everyone's inside the system. ഇന്ന് 2 പാട്ട് പാടി മൂന്നാമതൊരു പാട്ട് പാടിയാ നമ്മൾ മുഖത്ത് നോക്കും. And if this person sings three songs after the second song, കാരണം എന്താ? ഇന്നലെ വരെ 2 പാട്ട്. because we are നമ്മൾ ഈ സിസ്റ്റത്തിന്റെ അകത്താണ്. we are all in a system. ഹല്ലേലൂയ. Praise the Lord. ആരാധന ഇത്തിരി കൂടിപ്പോയി, സമയം ഇത്തിരി തെറ്റി. അതുകൊണ്ട് സാക്ഷ്യം പാസ്റ്റർ പറഞ്ഞു ഇന്ന് സാക്ഷിയില്ല. പലരുടെ മുഖം മാറും. And when pastor says there's no testimony because the worship went long, സാക്ഷ്യമില്ലാത്ത ആരാധന എങ്ങനെ ആരാധനയാകും? how come it's a worship when there's no testimony? നമ്മളൊരു സിസ്റ്റത്തിന്റെ അകത്താണ്. Because we are in a system. ഇവനും ഒരു സിസ്റ്റത്തിന്റെ അകത്താണ്. And he is also in a system. അവൻ ആ മനുഷ്യന് യേശുവാണെന്നൊന്നും അറിഞ്ഞുവല്ല ഇവൻ സംസാരിക്കണം. യജമാനനെ എന്ന് വിളിക്കുന്നത് കണ്ടോ? ഇവൻ യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവ് യജമാനെ, ഇവിടെ കുളം കലങ്ങിയുള്ള വിടുതലാണ് ഇതുവരെ നടന്നത്. And he doesn't know he's speaking to Jesus, but he's calling Master, that this is the thing that comes in here. പക്ഷെ കുളം കലങ്ങുമ്പോൾ But when the water is stirred, എനിക്ക് കുളത്തിലാകാൻ പറ്റുന്നില്ല. I can't be in the pool. എനിക്ക് കുളത്തിലാകാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് വിടുതൽ കിട്ടിയേനെ. If I had been in the pool, I could get healed. അവൻ പറയുന്നത് എനിക്ക് തനിയെ കുളത്തിൽ ഇറങ്ങാനുള്ള ത്രാണിയില്ല. And I can't be in the pool by myself. എന്നെ സഹായിക്കാൻ ആരും വന്നില്ല. And there is no one in here to help me. ഇവന്റെ കാഴ്ചയിൽ ഇവന്റെ വിടുതലിന് 2 സാധ്യതയാണുള്ളത്. And in his vision, there is 2 possibilities to get healed. ഒന്നാമത്തെ സാധ്യത ആരെങ്കിലും ഇവനെ സഹായിക്കണം. And the first possibility is to get someone to help him to the pool. എന്ന് പറഞ്ഞാൽ ഒരു സഹായത്തിന് ഒരാൾ വന്നായിരുന്നെങ്കിൽ ഞാൻ വിടുവിക്കപ്പെട്ടേനെ. And if someone was there to help him, he would have got healed. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെയൊക്കെ ചർച്ചകളിലുണ്ട്. And there are people like that in the church. ഇവിടുത്തെ കാര്യമല്ല, Not this church. പലയിടത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്. There's been people in the other churches. എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ
ഞാനൊന്ന് പ്രയോജനപ്പെട്ടേനെ. If someone helped me, I would have had a better outcome. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, എന്നെ ഒന്ന് കൈത്താങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. And the term that we use is if someone supported us. ഇന്ന് രാത്രി നിന്നെ ആരും കൈത്താങ്ങണ്ട. No one has to support you. ഈ രാത്രി നിന്നെ വളർത്തുന്ന, നിന്നെ ഉയർത്തുന്ന ഒരുവന്റെ കൈ കീഴിൽ നീ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായാൽ ആരൊക്കെ നിന്നെ അമർച്ച ചെയ്താലും ഈ രാത്രി നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് ഈ രാത്രി സ്തോത്രം ചെയ്തോട്ടെ. And if you are willing to get to that point, and if you are willing to submit to him, and there will be a God who can pull you up. അവൻ യേശുവിനോട് പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല. And he is saying to Jesus that there is no one to help me. എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. No one to get me to the pool. ഒന്നാമത്തെ സാധ്യത അതാണ് അവന്റെ മുമ്പിൽ. That's the first possibility. സഹായിക്കാൻ ആരെങ്കിലും വരണം. Someone has to come to him to support. പക്ഷെ നാളെ ഇതുവരെ ഒരുവൻ പോലും തന്നെ സഹായിക്കാൻ വന്നില്ല. But till then there's been no person to help him. ഇവന്റെ ദൃഷ്ടിയിൽ മനുഷ്യത്വമുള്ള ഒരുത്തൻ പോലും ആ കുളക്കടവിലില്ല. And in his eyes there's been no one to help him to get there. ഹല്ലേലൂയ. അടുത്ത ഒരു സാധ്യത അവൻ പറയുന്നത്, The second possibility, ഞാൻ തനിയെ ചെല്ലുമ്പോൾ when I get there by myself, മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. someone else goes ahead of him. എന്ന് പറഞ്ഞാൽ ഇവൻ ചെല്ലുമ്പോൾ ഇറങ്ങാൻ നിൽക്കുന്നവൻ ഒരു മനസ്സലിവ് തോന്നിയിട്ട് ഇവനെ ആദ്യം ഇറക്കണം. And the thing that he's saying is, if when he goes there, someone who is standing in the front has to have the mercy to let him go. സഹായിക്കാൻ ആരും വരണ്ട. No one has to help him. പക്ഷെ ദൂതൻ ഇറങ്ങുമ്പോൾ ഒരു അവസരം തന്നാ മതി. He should have that one opportunity to get to the pool. പക്ഷേ 38 വർഷമായിട്ടും ആരും ഒരവസരം തന്നില്ല. But for 38 years no one gave him the opportunity. ഞാൻ തനി ഇറങ്ങാൻ ചെല്ലുമ്പോൾ, When he goes there by himself, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ദൈവമക്കളെ? what's the meaning of that? ഇവൻ ഇറങ്ങാൻ ചെല്ലുന്നുണ്ട്. And he is willing to go there, ഇവൻ ശ്രമിക്കുന്നുണ്ട്. and he is trying to get there, പക്ഷെ ഇവന് വിടുതലില്ല. but he is not getting healed. ഹല്ലേലൂയ. Amen. ഇവൻ തനിയെ ചെല്ലുമ്പോൾ വേറൊരുവൻ ഇറങ്ങുന്നു. And when he goes by himself, someone else goes in front of him. ആ വചനം വായിച്ചിട്ട് എത്ര വായിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. And I couldn't understand even if I read multiple times. എന്തുകൊണ്ടാണെന്നറിയാമോ? Why is that? നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവൻ തനിയെ ചെല്ലുന്നുണ്ട്. And he is going there by himself. അപ്പൊ ഇവൻ തനിയെ ചെല്ലുമ്പോൾ ഇവന് മുമ്പേ വേറൊരുത്തൻ ഇറങ്ങുന്നെന്നാണ് ഇവന്റെ പരാതി. And his complaint is, when he gets there, someone is going in front of him. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, 38 വർഷം കിടന്നിട്ടും ഇവൻ ഈ കുളത്തിന്റെ അകത്ത് അതിൽ ഒന്നിറങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. And for 38 years he couldn't be able to get into the pool to get healing. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധ്യതയേക്കാൾ അല്പം കൂടെ സാധ്യത ഈ രണ്ടാമത്തെ കാര്യമാണ്. And the more chance to get the possibility of getting healed is the second possibility. അതൊരു വിടുതലിന്റെ സാധ്യതയാണ്. And there's a chance of a healing there. കാരണം 38 വർഷം കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇവൻ ആ നിലവാരങ്ങളിൽ ഇവൻ ശ്രമിച്ചായിരുന്നെങ്കിൽ പണ്ട് ഇവൻ വിടുതൽ പ്രാപിച്ചു കയറിപ്പോനെ. If he had tried that, he would have got healing by the time Jesus been there. അല്ലേ? അവൻ പറയുന്നത് എന്നാ? ഞാൻ തനിയെ ചെല്ലുമ്പോൾ When he gets there, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യം ദൂതൻ ഇറങ്ങിയപ്പോൾ ഇവൻ ഒന്ന് തനിയെ ശ്രമിച്ചു. and when the angel came for the first time, he tried to go there by himself. ഇവന് കിട്ടിയില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം ദൂതൻ ഇറങ്ങിയപ്പോൾ അവൻ വീണ്ടും ഒന്ന് ശ്രമിച്ചു. And he didn't get there, and the second time when the angel came, he did the same thing. അങ്ങനെ പലവട്ടം ദൂതൻ ഇറങ്ങിയത് ഇവൻ പ്രയോജനപ്പെടുത്തിയായിരുന്നെങ്കിൽ ഇവൻ പണ്ടേ വിടുതൽ പ്രാപിച്ചു പോയേനെ. And if he had the chance to go into the pool, he would have been out of the pool by the പക്ഷെ time. ഇവൻ യേശുവിനോട് പറയുന്നത് ഇതുവരെ എനിക്ക് വിടുതലില്ലെന്നാണ്. But what he says to Jesus is, till now I didn't get the healing. അതെന്താ അവന് സംഭവിച്ചത്? Why is that? ഇതുവരെയും ആ കുളത്തിന്റെ ഓരത്ത് അവൻ എത്തപ്പെട്ടിട്ടില്ല. And he couldn't get near to the pool. എന്താണെന്നറിയാമോ പ്രിയരെ? Why is that? ഇവനെ ആദ്യം ദൂതൻ ഇറങ്ങിയ സമയത്ത് ഒരു ശ്രമം നടത്തി. When the angel came for the first time,
പക്ഷെ ഇവൻ പ്രതീക്ഷിച്ചതുപോലെ ഇവന് കുളത്തിലാകാൻ കഴിഞ്ഞില്ല. He couldn't be in the pool that he wanted to. സംഭവിച്ചത് എന്താണെന്നറിയാമോ? What happened ഇവൻ then? വീണ്ടും തിരിച്ച് പഴയടത്തേക്ക് ഒന്ന് ഉരുണ്ടുമാറി. And he moved back to the place that he was lying. വീണ്ടും അടുത്ത ചാൻസിന് വേണ്ടി ഇവൻ വെയിറ്റ് ചെയ്തു. And he was waiting for the next chance. വീണ്ടും ദൂതൻ ഇറങ്ങി. When the angel came next അവൻ time, വീണ്ടും ശ്രമിച്ചു. he tried again. പക്ഷെ ഇവൻ പ്രതീക്ഷിച്ച പോലെ വിടുതൽ നടന്നില്ല. But he couldn't get the healing. നിരാശപ്പെട്ട് ഇവൻ വീണ്ടും തിരിച്ച് ഉരുണ്ടു. And he came back to the where he was lying. ഇങ്ങനെ 38 വർഷമായി ഇവൻ ഉരുളുന്നുണ്ട്. പക്ഷേ ഇവന് കുളത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. And he, for 38 he's rolling up and down, but he couldn't get into the pool. വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാം. And we can see people in this stage. പലരും ഉരുളുന്നുണ്ട്. They have been rolling. പക്ഷേ വിടുതൽ നടക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ട് തിരിച്ചുരുളുകയാണ്. And when they see that there's not going to get healing, they are getting disheartened. എന്ന് പറഞ്ഞാൽ പലരും അതെ പ്രതീക്ഷിച്ച വിടുതൽ നടക്കാത്തതിനെ പ്രതി വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നു. And we can see that when they don't get the healing, they come back on their faith. പലരും പ്രാർത്ഥനയുടെ വേഗത കുറയ്ക്കുന്നു. And they are decreasing the speed of their prayer. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഒരാഗ്രഹം നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രി നീ ഉത്സാഹത്തോടെ ചുവട് വെച്ചാൽ ഒരു വിടുതലിന്റെ സാധ്യത ഇപ്പോഴും നിന്റെ മുമ്പിൽ മങ്ങിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ദൂത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. And if you are willing to go to the presence of God and pray, and you still have the chance to get the healing. ഇവന്റെ കാഴ്ചപ്പാടിൽ, in his vision, ഇവന് വിടുതൽ നടക്കണമെങ്കിൽ രണ്ട് കാര്യം നടക്കണം. there's two possibilities in front of him. ഒന്ന്, ആ കുളക്കടവിൽ കിടക്കുന്നവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം. First one is the people who are lying there needs to have a change of heart. മുമ്പേ ഇറങ്ങുന്നവന് ഒരു മനംമാറ്റം ഉണ്ടാകണം. And the first one who is going to jump needs to have a change of heart. എന്ന് പറഞ്ഞാൽ ഇവന്റെ വിടുതലിന്റെ തടസ്സം കുളക്കടവിൽ കിടക്കുന്നവരാണെന്നാണ് ഇവൻ പറയുന്നത്. And what he's saying is the reason why he doesn't get the healing is the people surrounding him. നമ്മുടെ പല ആളുകളും ഇങ്ങനെ പറയുന്നവരാണ്. And there are people like that. വ്യക്തിപരമായ ജീവിതത്തിന്റെ പോരായ്മകളെ കാണാൻ കഴിയാതെ അവനവന്റെ വിടുതലിന്റെ തടസ്സം മറ്റൊരുവനാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. And we have a lot of people in our churches where they don't know the shortcomings in their personal life, but they are blaming it on the others. ചിലർ പറയും കൂടെ ആരാധിക്കുന്നവൻ ശരിയല്ല. They say that the people who are worshiping with him is not good. ചിലർ പറയും അച്ചായൻ ശരിയല്ല. Some people say the brother is not good. അച്ചായൻ പറയും അമ്മാമ ശരിയല്ല. The brother says the sister is not good. മക്കള് ശരിയല്ല. The children is not good. തമ്പുരാൻ പറയും നീ ശരിയല്ലെന്ന്. But God says you are not right. ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ദൂതെന്തെന്നറിയാമോ? What God says tonight, അവര് ഇവരും അല്ല ശരിയാകേണ്ടത്. the people around you doesn't have to change. നിനക്ക് മനസ്സുണ്ടോ? Do you have the will? കുളക്കടവിൽ കിടക്കുന്നവന് മനസ്സുണ്ടോ? യേശുവിനെ അറിയണ്ട. God doesn't want to know what's the heart of the other people. കർത്താവിന് അറിയേണ്ടത് വിടുവിക്കപ്പെടേണ്ടവന് മനസ്സുണ്ടോ എന്ന്. God wants to know if the person who needs to get the healing has the will. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? What's the meaning of that? എല്ലാവരും ഇവന്റെ പുറത്തുള്ള വിടുതലില്ലായ്മയെ കണ്ടുകൊണ്ടിരുന്നത്. Because the people who have been seeing what's the disease on him. എന്നാൽ യേശു കണ്ടത് പുറത്തുള്ള വിടുതലില്ലായ്മയല്ല. But Jesus didn't see the disease that he had. ഇവന്റെ പാതി ചത്ത ശരീരത്തിന്റെ അകത്ത് മുഴുവൻ ചത്ത ഒരു മനസ്സുണ്ടെന്ന് യേശു മനസ്സിലാക്കി. And Jesus saw the unwilling heart inside him. യേശുവിന് മനസ്സിലായി ഇവന്റെ പുറമല്ല സൗഖ്യമാകേണ്ടത്, ഇവന്റെ മനമാണ് സൗഖ്യമാകേണ്ടത്. Jesus knew that this is not just the physical healing that he needs inner healing as ഇന്ന് well. രാത്രി വർഷങ്ങളുടെ പഴക്കങ്ങൾ നമ്മൾ അവകാശപ്പെടുമ്പോഴും എവിടൊക്കെയോ ഇന്ന് രാത്രി മനം തകർന്നവരായി മാനസികമായി അതേ പ്രൈസ് ദി ലോർഡ് അതേ ഹല്ലേലൂയ ഇനിയൊരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞ് അതേ ചിന്തകൾ അസ്തമിക്കപ്പെട്ടവരായിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു ഇപ്പോഴും സാധ്യതകൾ അടഞ്ഞിട്ടില്ല. For years we've been waiting for the miracle, and sometimes we get disheartened, we get sad because God hasn't done. But I'm telling you right now, Jesus is here, and if you are willing, you will get the healing. ഇവൻ കാണുന്നത് ഹല്ലേലൂയ കുളങ്കലങ്ങിയുള്ള ഒരു വിടുതലിന്റെ സാധ്യതയാണ്. And he's only seeing a healing by the water getting stirred up. പക്ഷേ യേശുവിനെ അവനോട് പറയാനുള്ളത്, മകനെ ഞാൻ നിന്റെ മേൽ കുളം കലങ്ങിയ ഒരു വിടുതലല്ല തരാൻ പോകുന്നത്. 38 വർഷമായി ഈ
കുളക്കടവിൽ ആരുടെ മേലും വെളിപ്പെടാത്തൊരു വിടുതൽ എനിക്ക് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താനുണ്ട്. But Jesus is saying that I'm not going to give you the healing by stirring the water. I'm going to give a special healing which others didn't get. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആശാവിളംബം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ക്ഷീണിക്കുന്നു. സദൃശവാക്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? വാക്യം സദൃശവാക്യം ഒന്ന് വായിച്ചു. സദൃശ്യം 13:12. സദൃശ്യം 13:12. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചതിന്റെ നിവർത്തീകരണത്തിന്റെ താമസം ഒരുവന്റെ ഹൃദയത്തെ തളർത്തും. And the person who is waiting to get the promise, his heart gets disheartened. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഈ കുളക്കടവിലെ ആദ്യമായി വന്നത് ഒരു സൗഖ്യത്തോടെ മടങ്ങാനാ പ്രിയരെ. And he came when he initially came to the pool, he wanted to get healing. ഇവൻ സൗഖ്യമാകാൻ ഈ കുളക്കടവിലേക്ക് ഇവൻ വരുമ്പോ പ്രൈസ് ദി ലോർഡ് ഇവന്റെ പ്രതീക്ഷ വേഗത്തിൽ ഒരു വിടുതൽ പ്രാപിച്ചു മടങ്ങാൻ കഴിയുമെന്നാണ്. And when he came to the pool initially, his thinking was to get the healing as fast as possible and get back home. ആദ്യമായി ദൂതൻ ഇറങ്ങുന്നത് ഇവൻ കണ്ടു. ഇവൻ പ്രതീക്ഷയോടെ കുളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ ഇവൻ പരാജയപ്പെട്ടു. And the first time the angel came, and when they stirred, he had the desire to go there and get healed. അവൻ ചിന്തിച്ചിട്ടുണ്ടാകാം, അടുത്ത പ്രാവശ്യം ദൂതൻ ഇറങ്ങുമ്പോൾ എനിക്ക് സൗഖ്യമാകാൻ പറ്റും. And he might have thought that the next time I'm going to be there. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി, but after sometimes he know താൻ പ്രാപിക്കാൻ വന്ന വിടുതൽ അത്ര എളുപ്പത്തിന് പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന്. he knows that he is not going to get the healing as quickly that he thought it will be. താൻ പ്രതീക്ഷ നിലയിൽ പെട്ടെന്ന് ഒരു വിടുതൽ പ്രാപിച്ച് കുളക്കടവിൽ നിന്ന് മടങ്ങാൻ പറ്റില്ലെന്ന് അവൻ മനസ്സിലായി. And he knows that he is not going to getting a quick healing. അവൻ വീണ്ടും വെയിറ്റ് ചെയ്തു. And he started to wait. പക്ഷേ ദൂതൻ ഇറങ്ങി. when angel came again, വെള്ളം കലങ്ങി, water got stirred. അനേകർ വിടുതൽ പ്രാപിച്ചു കയറിപ്പോയി. There's been a lot of people who got the healing and ഒരു went back സമയം home. കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, after sometimes he knows താൻ പ്രാപിക്കാൻ വന്ന വിടുതൽ തനിക്ക് പ്രാപിക്കുക അത്ര എളുപ്പമല്ലെന്ന്. and it is not easy to get the healing that he came for. 38 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, after 38 years he knows ഈ വിടുതൽ തനിക്ക് ഒരിക്കലും പ്രാപിക്കാൻ പറ്റില്ലെന്ന്. he won't get the healing at all. അതുകൊണ്ട് അവൻ കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് മാറിക്കിടക്കാൻ തുടങ്ങി. and he started to sleep away from the crowd. അതുകൊണ്ടാണ് യേശു അവനെ കണ്ടത്. that's why Jesus saw him. കൂട്ടം വിട്ട് കിടന്നതുകൊണ്ടാണ് യേശു അവനെ ശ്രദ്ധിച്ചത്. Jesus saw him because he was away from the group. അങ്ങനെ കിടന്ന അവനെ ആരും ശ്രദ്ധിച്ചില്ല. no one saw him even though he was staying away പക്ഷേ from the group. യേശു അവനെ കണ്ടു. but Jesus saw him. ഇന്ന് രാത്രി നമ്മളെ കാണുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. tonight God has come here to look at you. അവന്റെ ഒറ്റപ്പെടലിന്റെ നടുവിൽ യേശു അവന്റെ അടുക്കൽ ചെന്നു. and even in his loneliness Jesus came to him. ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്നിടത്ത് ഇന്ന് രാത്രി ഒരുവൻ നിന്റെ ചാരത്ത് വരാൻ വിശ്വസ്തനാണ്. when you are sad tonight that no one is there to help you, Jesus is coming near you. പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞവന്റെ അടുക്കലേക്ക് യേശു ചെന്നിട്ട് അവനോട് യേശു പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? and Jesus goes to the person and says, are you willing to get healed? ഹല്ലേലൂയ, amen. അവിടെയാണ് അവൻ പറയുന്നത്, കഴിഞ്ഞ 38 വർഷം ഞാൻ ഇവിടെ കിടന്നിട്ട് ഒരു വിടുതൽ നടന്നില്ല. ഇവിടെ നടക്കുന്ന വിടുതലിനെ കുറിച്ച് എനിക്കറിയാം. അറിവില്ലായ്മയല്ല എന്റെ വിടുതലിന്റെ തടസ്സം, പക്ഷേ എനിക്കത് അനുഭവമാക്കാൻ കഴിഞ്ഞില്ല. and that's when he says that I know how the system works, I know how to get healed, but I couldn't have someone, or I couldn't get myself to the pool and get ഞാൻ healed. ബലഹീനനായതുകൊണ്ട്, ഞാൻ രോഗിയായതുകൊണ്ട്, ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, മനസ്സ് വെച്ചതുകൊണ്ട് കാര്യമില്ല, മനസ്സു മാറിയിട്ട് കാര്യമില്ല. പിന്നെയോ എന്നെ സഹായിക്കാൻ ഒരുവൻ വരാതെ, എനിക്ക് മുമ്പേ ഇറങ്ങുന്നവൻ ഒരു മാറ്റം വരാതെ ഒരു വിടുതലിന്റെ സാധ്യത എന്റെ മുമ്പിലില്ല. because I am weak, because I have the disease, I don't have anyone to help me or get myself to the pool. That's why I'm lying here. അതുകൊണ്ട് ഞാൻ മനസ്സു വെച്ചിട്ടും പ്രയോജനമില്ലെന്നാണ് യേശുവിനോട് ആ മനുഷ്യൻ പറഞ്ഞത്. and he is saying to Jesus that even though I have the will, I can't get the healing. യേശുവിന് മനസ്സിലായി ഇനി അവനോട് വലിയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. and Jesus knows I don't have to preach much അതിന്റെ longer 8-ാം for him. വാക്യം നാം വായിച്ച കുറിവാക്യം അതാണ്. യേശു അവനോട് അടുത്തത് പറഞ്ഞത്, നീ കിടക്കയെടുത്ത് നടക്കുക. and the next in verse 8 it says, then Jesus said to him, get up,
pick up your mat and walk. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്കുക. And Jesus said, get up, pick up your mat and walk. അതെന്താണ് നിന്റെ കിടക്ക എടുത്തു നടക്കാൻ പറഞ്ഞത്? Why did he say pick up your mat? വേദശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. And the scholar says like that. ഇവിടെ വിടുതൽ പ്രാപിച്ചു പോയ പലരുടെ കിടക്കയും അവൻ എടുത്തു. And the people who got healing before they took the mat. എന്നിട്ട് അവൻ ആ കിടക്കകളുടെ മുകളിൽ അവൻ കയറി കിടക്കാൻ തുടങ്ങി. And he was going to sleep on top of the mats that they left. എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഒരു സേഫ് സോൺ ഉണ്ടാക്കി. And he has tried to have like a secure environment for him. യേശുപ്പ പറയുന്നത് എന്നറിയാമോ? നിനക്കൊരു വിടുതൽ നടക്കണമെങ്കിൽ ഈ സേഫ് സോൺ പൊളിയണം. What Jesus is saying to him is, if you want to get healing, you have to come out of your ഈ comfort zone. കുളക്കടവിൽ ഇവൻ വന്നത് സൗഖ്യമാകാനുള്ള താല്പര്യത്തോടെയാണെങ്കിലും 38 വർഷം കൊണ്ട് വിടുതൽ പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അവിടെ സേഫ് സോൺ ഒരുക്കി അവൻ അവിടെ ഒതുങ്ങുകയാണ്. And he has initially came in to get the healing easily and quickly, but for 38 years he has made a comfort environment for him. വിടുതലിന് വേണ്ടി വന്നവനാണ്, പക്ഷെ അവൻ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇപ്പോൾ അവിടെ അങ്ങ് ഒതുങ്ങി. And he had the adjustment to get settled there. ദൈവമക്കളെ, നമ്മുടെയൊക്കെ കൂട്ടങ്ങളിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോയ ഒത്തിരി പേരുണ്ട്. And we know people in our community who had the same. വാഗ്ദത്തത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ് നീ എങ്കിൽ നീ അഡ്ജസ്റ്റ്മെന്റിൽ ഒതുങ്ങേണ്ടവനല്ല. And when you are walking towards the promise, you shouldn't have the adjustment. ഇന്ന് രാത്രി ചില സേഫ് സോണുകൾ പൊളിച്ച് ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി നീ തയ്യാറാകുന്നെങ്കിൽ ഈ രാത്രി നിന്നെ വിടുവിക്കാൻ കരുത്തനായ ഒരുവൻ ഇതിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നുണ്ട്. And tonight you should destroy your comfort zone and go to Jesus' presence and get healed. ഹല്ലേലൂയ. Amen. യേശു അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കിടക്ക എടുത്തു നടക്കുക. And Jesus said to him, get up, pick up your mat and walk. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. തനിയെ ഒന്ന് എഴുന്നേറ്റ് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തവനോടാണ് യേശു പറയുന്നത്, നീ എഴുന്നേറ്റ് കിടക്ക എടുക്കുക. And Jesus is saying to the person who can't even go to the pool. യേശു അവനോട് പറഞ്ഞു, കിടക്കെടുത്ത സൗഖ്യം നടക്കുമെന്ന്. Did Jesus say that you will get healed when you pick up your mat? കർത്താവ് ഒന്നും പറഞ്ഞില്ല. Jesus didn't say that. കർത്താവിന്റെ ഒറ്റ വാക്കാണ്, നീ കിടക്ക എടുത്ത് നടക്കണം. And Jesus said it in one തളർന്നു phrase. കിടക്കുന്നവനോട്, നടക്കാൻ കഴിയാത്തവനോട് യേശു പറയുന്നത് തനിയെ നടക്കാനല്ല, ചുമടെടുത്ത് നടക്കാനാണ്. And Jesus is saying to the person who can't even walk by himself to pick up your mat and walk. എന്തിനാ യേശു ചുമടെടുത്ത് നടക്കാൻ പറഞ്ഞേ? Why did he say to pick up his mat and ആ walk? പകലിന് ഒരു പ്രത്യേകതയുണ്ട് ദൈവമക്കളെ. There is an importance of that day. അത് ശബത്താണ്. It is a Sabbath day. ശബത്ത് നാളിൽ കിടക്ക എടുക്കാൻ പാടില്ല. In Sabbath day, you're not supposed to pick up your mat. ശബത്തിൽ ചുമടെടുക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നാണ് പ്രമാണം. And there is a saying that there's a law that you should stone the person who picks up കഴിഞ്ഞ their 38 work. വർഷമായി ഇവൻ ഈ കുളക്കടവിൽ കിടക്കുന്നത് ശബത്തുകൾ ആചരിച്ചാണ്. And for 38 years he has been celebrating Sabbath or lying there. സകല പ്രമാണങ്ങളും ആചരിച്ചിട്ടും ഇവരൊരു വിടുതലില്ല. Even though he has been following all the procedures, is not getting the healing. എന്ന് പറഞ്ഞാൽ ഇവന് പ്രമാണം അറിയാം. Because he knows the laws. ഇവന് പ്രമാണം അറിയാമെങ്കിൽ ഇവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആരാധനയുമായി ബന്ധമുള്ളവനല്ലേ? He has a huge connection with how the worship is done. ശ്രദ്ധിച്ചോ, ആലയത്തിന്റെ അകത്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പാപപരിഹാരത്തിനു വേണ്ടി അതേ കഴിഞ്ഞ 38 വർഷവും യാഗങ്ങൾ നടന്നിട്ടുണ്ട്. And we know that there's been multiple offerings done in the temple. അവിടെ നടന്ന ഒരു യാഗത്തിനും ഇവനെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. And none of the sacrifices that's been happening on the temple could get him healed. യാഗമൃഗങ്ങളെ ആലയത്തിന്റെ അകത്ത് യാഗാർപ്പണം ചെയ്യുമ്പോഴും ഇവൻ രോഗിയായി ഈ കുളക്കടവിൽ തുടരുകയായിരുന്നു. Even though the animals get sacrificed in the temple, he can't even get the healing. ഹല്ലേലൂയ. Praise the Lord. അവൻ ശബത്ത് ആചരിച്ച് 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നു. And he has been celebrating Sabbath for 38 years പക്ഷേ lying അവന് there. വിടുതലില്ല. But he's not getting the യേശു healing. കർത്താവ് അവനോട് പറയുന്നത്, നീ എഴുന്നേറ്റ് കിടക്കയെടുക്കുക. And Jesus goes to him and says, get up and അവന്റെ pick up. മുമ്പിൽ രണ്ട് ചിന്തയാണുള്ളത്. And there's two thoughts that's coming into his mind. രണ്ടായാലും മരണമുറപ്പാണ്. And he knows that he's gonna get death by two options. ഒന്ന് കിടക്കയെടുത്താൽ അവനെ കല്ലെറിയും. When he picks up the mat, he's gonna get stoned. എന്ന് പറഞ്ഞാൽ കിടക്കയെടുത്താൽ കല്ലേറുകൊണ്ട് മരിക്കും. And he knows that he's gonna get stoned to death
if he picks up the ഇനി mat. കിടക്ക എടുത്തില്ലെങ്കിലോ ഈ കുളക്കടവിൽ കിടന്നെന്നേക്കുമായി മരിക്കും. But what if he doesn't pick up the mat? He's going to lie there and die there. അവന്റെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട്. He has two choices in his head. ഒന്നേ അവൻ ഇവിടെ കിടക്കാം, One choice is to lie there forever. രണ്ടേ അവന് കിടക്ക എടുക്കാം. The second option is to pick up the mat. കിടക്ക എടുത്താൽ കല്ലെറിയാൻ യഹൂദന്മാർ നോക്കി നിൽക്കുകയാണ്. And if he picks up the mat, the Jews are looking to stone him to death. അവൻ നോക്കുന്നത് അത് കിടക്ക എടുക്കണമോ അതോ ഇവിടെ കിടക്കണമോ. And his choice is to either lie there or pick up the mat. അവന്റെ ഉള്ളം അവനോട് പറഞ്ഞു, And his thoughts said to him, എന്തായാലും മരണം ഉറപ്പാണ്. death is 100% sure. അങ്ങനെയെങ്കിൽ കിടക്ക എടുത്തിട്ട് മരിക്കാം. And if I'm going to die, I'm going to pick up and die. Pick up the mat and die. വചനം പറയുന്നത് അവൻ കിടക്ക എടുത്തു. And the Bible says he picked up the mat. വിടുതൽ നിന്റെ തീരുമാനത്തെ ബേസ് ചെയ്താണ് വ്യാപരിക്കപ്പെടുന്നത്. And the healing that God has for you depends upon your decisions. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ ഈ രാത്രി നിനക്കൊരു തീരുമാനമുണ്ടാകണം. And if you want to get healed tonight, you should make a decision in front of him. നിനക്കൊരു നിലപാടുണ്ടാകണം. And you should have an opinion. ആ നിലപാടാണ് നിന്റെ മേൽ വിടുതലായി വ്യാപരിക്കുന്നത്. And that decision and that opinion is going to provide way for your healing. ആ ശബ്ദത്തിൽ നിന്ന് അവനൊരു നിലപാട് സ്വീകരിച്ചു. And you should have that decision from that voice. പ്രസംഗം കേൾക്കുന്നത് വലിയ കാര്യമല്ല. It's not a big thing to hear a message. ഇന്ന് രാവിലെ നിനക്കൊരു നിലപാടുണ്ടോ? Do you have a decision in ഒരു front of you? തീരുമാനമുണ്ടോ? Do you have a decision to make? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വേറൊരു മനുഷ്യനെ നമുക്ക് കാണാം. In the Holy Bible we can see another person. ആ മനുഷ്യന്റെ പേര് ശീമോൻ എന്നാണ്. And the person's name is Simon. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത മനുഷ്യൻ. And for the entire night he has been working but he couldn't catch anything. യേശു അവനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. And Jesus said to him and to go and catch fish. അവന്റെ മറുപടി കണ്ടോ, നാഥാ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. And he says to Jesus that I've been working all night and I couldn't catch a single fish. ഞങ്ങൾ അധ്വാനിച്ചു. We were trying to get ഒന്നും fish. കിട്ടിയില്ല. We couldn't get anything. പക്ഷെ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്നല്ലവൻ പറയുന്നത്, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. Because of your word I'm going to throw my net. കർത്താവിന്റെ വാക്ക് എല്ലാവരെയും സ്വാധീനിച്ചോ എന്നുള്ളത് ശീമോന്റെ വിഷയമല്ല. ശീമോനെ അത് സ്വാധീനിച്ചു. And it was not his concern to that if anyone else took that word, but he was willing to get and throw his net away. തീരുമാനം വ്യക്തിപരമാണ്. And your decision is your personal ഇന്ന് രാത്രി decision. നിന്റെ നിലപാട് എന്താണെന്നാണ് കർത്താവ് നോക്കുന്നത്. And tonight God is looking at your opinion. ഈ രാത്രി വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ, Are you willing to have the faith? ഇന്ന് രാത്രി പ്രതികരിക്കാൻ നീ If തയ്യാറാണെങ്കിൽ, you are willing to react, നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ യേശു മതിയായ ദൈവമാണ്. and God is willing and he is worth to do miracles in your life. അതെത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും, Even though your problems might be age old, ഈ രാത്രി വിടുവിക്കാൻ യേശു മതിയായ ദൈവമാണ്. Jesus is willing to help you. എത്ര പേര് ഇന്ന് രാത്രി ആ ദൂതേറ്റെടുക്കും? Who are willing to take up that message? വേദപുസ്തകം പറയുകയാണ്, Bible says അവൻ കിടക്ക എടുത്തു, he picked up the mat അവൻ സൗഖ്യമായി. and he got healed. നിന്റെ തീരുമാനത്തിലാണ് സൗഖ്യം വ്യാപരിക്കുന്നത്. The healing lies on the decision that you make. ഇവനെ ആലയത്തിൽ വെച്ച് യേശു കണ്ടു. He saw him at the temple. യേശു അവനോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, And Jesus is saying to him at the നോക്കൂ temple, സൗഖ്യമായല്ലോ. look at him, he got healed. എന്ന് പറഞ്ഞാൽ 38 വർഷമായിട്ട് വിടുതൽ നടക്കാലെന്ന് പറഞ്ഞ നീ ഇപ്പോ സൗഖ്യമായല്ലോ. And he is saying to the person that even though you said you won't get the healing for 38 years, now you got healed. കർത്താവിന്റെ വാക്കുകൾക്ക് ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ചുവടുവെക്കുന്നവരുടെ മേൽ ഈ പകൽ ഈ രാത്രി വിടുതൽ നടക്കുമെന്നുള്ളതിൽ സംശയമില്ല. And if you are willing to make that decision based on Jesus' voice, you are going to get healed tonight. എന്നിട്ട് യേശുവിന്റെ അടുത്ത വാക്ക്, And the next words that Jesus അധികം says, തിന്മയായത് ഭവിക്കാതെ ഇരിപ്പാൻ മേലിൽ പാപം ചെയ്യരുത്. just because you don't have to get the disease back, you shouldn't sin anymore. അവിടെയാണ് ഇവൻ ആരും ഇല്ലാതെ ആയി പോയത് എന്താന്ന് എനിക്ക് മനസ്സിലായത്. That's when I realized that why he was lonely. അധികം തിന്മയായത് ഭവിക്കാതെ ഇരിപ്പാൻ മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവൻ പാപം ചെയ്തതിന്റെ ഫലമാണ് ഇവൻ കടന്നുപോയ വിഷയം.
And we can see that the reason why he has had the disease is because he was sinning. എല്ലാ രോഗങ്ങളും രോഗമല്ല. And all the disease is not disease. പലതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. And there will be reasons behind why you had that. ചില രോഗങ്ങൾ ദൈവനാമ മഹത്വത്തിനാകാം. Some disease might be glory to his name. ചിലത് പാപം കൊണ്ട് രോഗികളാകാം. Some may happen because of the sin that you've done. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ലാസറിന്റെ ദീനം അത് പാപം കൊണ്ടല്ല, അത് മഹത്വം വെളിപ്പെടാനായിരുന്നു. Last session we know that Lazarus' death was based on the glorification of his എന്നാൽ word. കുളക്കടവിൽ കിടന്ന മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, ഇത് പാപം കൊണ്ടായിരുന്നു. But Jesus is saying to that person that this disease is because of your sin. അപ്പൊ ഇവൻ ആരും ഇല്ലാതെ ആയത് ഇവൻ പാപകരമായ ജീവിതം നയിച്ചത് കൊണ്ടായിരിക്കാം. And the reason why he might have got lonely is because of his sin. ആണെന്ന് ഞാൻ പറയുന്നില്ല, ആകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. I'm not saying it is, but it is a possibility. എന്ന് പറഞ്ഞാൽ ആർക്കും ഇവനെ വേണ്ട. And the reason is no one needs him. ഇവന്റെ ജീവിതം കൊണ്ട് എല്ലാവരും ഇവനെ തള്ളിക്കളഞ്ഞു. And because of his life, everyone threw him away. ആരാരും ഉപേക്ഷിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ കുളക്കടവിൽ ഒരു ജീവ അതേ പ്രൈസലോ അതേ ഒരു മരണാസന്നനായി കിടന്ന മനുഷ്യനെ സ്വർഗം തേടിയെത്തിയെന്നല്ലേ വചനം. And the Bible says that heaven went to seek to this person who has been rejected by everyone because of his sin. ആർക്കും വേണ്ടാത്തവനെ ഇന്ന് രാത്രി തേടി വന്ന ഒരു കർത്താവുണ്ട്. And we have a God who comes and looks at the person who got rejected. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, ഞാൻ വന്നത് പാപികളെ തേടിയത്രേ. And that's the reason why Jesus said, I didn't came to look for the righteous, I came for the sinful. യേശു പറയുകയാണ്, രോഗിക്ക് വൈദ്യനെ കൊണ്ടാവശ്യം. And the unhealed needs the healer. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവന് വിടുതൽ വേണോ എന്നല്ല, ഈ രാത്രി നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ ഈ രാത്രി അവൻ സമീപയുണ്ട്. And if you want to get healed, he is near you. യേശു അവനെ സൗഖ്യമാക്കി. Jesus healed him. അവൻ എഴുന്നേറ്റു നടന്നു. He walked away. അവൻ സൗഖ്യമായി. He got healed. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര പഴക്കമുള്ളതാണെങ്കിലും whatever age old problems that you have, പരിഹാരകൻ ഒറ്റ ഒരുവൻ മാത്രമാണ്. there's only one person who can അവന്റെ solve it. പേരാണ് യേശു. His name is Jesus. യേശുവിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു വിഷയം നിന്റെ ജീവിതത്തിൽ ഇല്ല. There's no problem in your life that Jesus എത്ര can't solve. എത്ര പഴക്കമുള്ളതാണെങ്കിലും whatever age old വചനം പറയുന്നു, problem, നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിലും the Bible says how hard your sin is, അതിനെ ഹിമം പോലെ വിളിപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. but there is one person who can tear that apart and make you clean. ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. And there's one person who came here to heal you. സഹോദരങ്ങളെ, പാരമ്പര്യങ്ങൾ നമ്മളെ നിത്യതയിൽ എത്തിക്കത്തില്ല. Brothers, the tradition is not going to get you to heaven. പഴക്കങ്ങൾ നമ്മളെ സ്വർഗ്ഗത്തിൽ എത്തിക്കത്തില്ല. And the tradition is not going to get you to heaven. പലരും പഴക്കങ്ങളിൽ പുകഴുന്നവരാണ്. And there are people who are very praise to their traditions. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ലോറി അനേകർ പാരമ്പര്യങ്ങളിൽ ഭയങ്കരമായി സന്തോഷിക്കും. And everyone's happy in their traditions that they have. പക്ഷേ ഇന്ന് രാത്രി ഈ മനുഷ്യനോട് ചോദിച്ചേ, ഇവനോളം പാരമ്പര്യമുള്ളവൻ ആ കുളക്കടവിൽ വേറെയില്ല. And let's ask him, he's the most person who has the most tradition in ഒരു there. പാരമ്പര്യവുമില്ലാതെ ഇന്നലെ വന്നവൻ പോലും കുളത്തിലിറങ്ങി വിടുതൽ പ്രാപിച്ചു കയറിപ്പോയി. And the last person who came there the previous day got healed. 38 വർഷം കിടന്നവന് വിടുതലില്ലായിരുന്നു. But there's no healing for the person who lied there പക്ഷേ for 38 കർത്താവ് years. അവന് വേണ്ടി മാത്രം ഇറങ്ങി വന്നു. But Jesus came for that person. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നീട്ടാൻ ദൈവം വിശ്വസ്തനാണ്. And if you are willing, Jesus is willing to stretch out his hand towards you. വചനം പറയുന്നത് 99 മരുഭൂമിയിൽ ഇട്ടേച്ച് ഒന്നിനെ തേടി പോകുന്ന കർത്താവിനെയാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. And in Bible we can see Jesus, the shepherd who goes after the one who got missed from the 100. കർത്താവ് ഒരാത്മാവിന് വില കൽപ്പിക്കുന്നവനാണ്. And our God is a person who values that single soul. അതുകൊണ്ടാണ് ഗദരദേശത്ത് ഒരുവന്റെ വിടുതലിന് വേണ്ടി യേശു പോയത്. That's the reason why Jesus went for the
Get the rest. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി യേശു ഇന്ന് രാത്രി അത്ഭുതം ചെയ്യാൻ കടന്നു വന്നിട്ടുണ്ട്. And if you are willing to get the healing, Jesus is here to heal you. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. Let's all stand in God's presence. എല്ലാവരും കണ്ണുകളെ അടച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. Let's all close our eyes. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Let's just surrender and close our കർത്താവിന്റെ eyes. കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചേ. Let's just surrender in His ഈ hands. രാത്രി ആ ദൂതിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയുന്നവരെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. ആത്മാവിൽ അല്പനിമിഷങ്ങൾ ആ വചനത്തെ സ്വീകരിച്ച് ഈ രാത്രി ഒരു വിടുതലിന് തടസ്സം എവിടെയാണ്? നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സം എവിടെയാണ്? നിന്റെ കാത്തിരിപ്പിന്റെ പിന്നിലെ കാരണം എന്താണ്? ഇന്ന് രാത്രി സ്വർഗം നിന്നോട് ഇടപെടുന്നെങ്കിൽ ആ വചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറ, കർത്താവേ, എന്നെ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന വിടുതലുകൾ ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിന്റെ അകത്ത്, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് ഈ രാത്രി പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ദൈവമക്കളെല്ലാം ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിക്കട്ടെ. പോരാ പോരാ പോരാ, ശക്തിയോടെ അല്പനിമിഷങ്ങൾ ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. നിന്റെ രോഗങ്ങൾ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കാൻ മതിയായവനാണ്. ഒരു മനുഷ്യന്റെ കൈവപ്പല്ല. ഇന്ന് രാത്രി അവന്റെ വാക്ക് നീ അനുസരിച്ചാൽ അത് ഈ രാത്രി നിനക്കൊരു വിടുതലാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സൗഖ്യമാകട്ടെ. ഈ രാത്രി കുളത്തിന് തരാൻ കഴിയാത്തത്, ദൂതന് തരാൻ കഴിയാത്തത് ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നു തരാ വിശ്വസ്തനായ ഒരുവൻ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി കണ്ണുകളെ ഉയർത്തിയേ. എല്ലാ കണ്ണുകളും സ്വർഗത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഉയർത്ത. ആരുടെയൊക്കെയോ മേൽ വ്യക്തിപരമായ വിടുതലില്ലായ്മകൾ, ന്യൂനതകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൂർത്തപുത്രൻ മടങ്ങി വന്നിട്ട് അപ്പനോട് പറഞ്ഞതുപോലെ, അപ്പാ, മറ്റാരുമല്ല തെറ്റുകാരൻ, ഞാനാണ് തെറ്റ് ചെയ്തത്, എൻ്റെ ജീവിതത്തിലാണ് കുറവുള്ളത്. ഈ രാത്രി കുറവുകളെ ഏറ്റുപറയാൻ തയ്യാറാണോ? ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തോട്, മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന നിന്നെ ദൈവം കൈവിടത്തില്ല. ഇന്ന് രാത്രി എവിടെയാണ് ഒരു വിടുതലിന് തടസ്സം, അതിനെ ഇന്ന് രാത്രി ഏറ്റുപറ. ഈ രാത്രി കുഞ്ഞാടിന്റെ തിരുരക്തം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ രക്തം ഇന്ന് രാത്രി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ രാത്രി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പറ, കർത്താവേ, ഈ രാത്രി വിടുതലിന് തടസ്സമായി എവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ പോരായ്മ, അവിടെ ഇന്ന് രാത്രി ആ ക്രൂശിലെ രക്തം വ്യാപരിക്കട്ടെ. പ്രമാണം പറയുന്നത് കുളത്തിലിറങ്ങിയാൽ വിടുതലാന്ന. പക്ഷെ കർത്താവ് പറയുന്നത് നിന്റെ പ്രയത്നം കൊണ്ടല്ല വിടുതൽ, നിന്റെ പ്രവൃത്തി കൊണ്ടല്ല വിടുതൽ. പിന്നെയോ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, വിശ്വസിച്ച് നീ കിടക്കയെടുത്താൽ നിനക്ക് വിടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കർത്താവിൻ്റെ കൃപയാണ്. ഈ രാത്രി കൃപയാലാണ് നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അതിന് പ്രവർത്തികൾ കാരണമല്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ രാത്രി നമ്മുടെ കഴിവോ, നമ്മുടെ ജ്ഞാനമോ, നമ്മുടെ അറിവോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നമ്മുടെ പ്രവൃത്തി പരിചയങ്ങളോ, നമ്മുടെ കുലമഹിമകളോ ഒന്നുമല്ല. ഈ രാത്രി വിശ്വസിക്കാൻ വിടുവിക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഈ രാത്രി നിന്നോട് പറയുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ രാത്രി അതും ഇതും പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല. അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും നോ, നമുക്ക് സമയമില്ല. ഇന്ന് രാത്രി കർത്താവിനോട് പറ, യേശുവാ, എൻ്റെ കുറവുകളെ ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ വീഴ്ചകളെ ഞാൻ സമ്മതിക്കുന്നു. ഒരു വിടുതലിന് തടസ്സം കർത്താവേ ഞാനാണ്, എൻ്റെ ചിന്തകളാണ്. ഹല്ലേലൂയ.
ഈ രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിന്റെ ചിന്തകളുടെ പരിമിതിയിൽ നീ ഒതുക്കരുത്. ഈ രാത്രി കർത്താവിന് നിന്നെ സഹായിക്കാൻ കഴിയും. യേശുവിനെ നിന്നെ വിടുവിക്കാൻ കഴിയും. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ആത്മാവ് പറയുന്നു, കർത്താവ് നിന്നെ സഹായിക്കാൻ വിശ്വസ്തനാണ്. യേശു നിന്നെ വിടുവിക്കാൻ കഴിയുന്നവനാണ്. അവൻ്റെ കര കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രവർത്തിക്കാൻ കഴിയാത്ത ദൈവമല്ല. ഈ രാത്രി അവൻ്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നീ അഭിഹരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാത്രി പരിഹാരകനായി ഒറ്റ നാമമേ ഉള്ളൂ. അത് കർത്താവിന്റെ നാമമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് പറ, യേശുവേ, ഈ രാത്രി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണം. ഈ രാജ്യത്തെന്നെ കൊണ്ടുവന്നത് യേശുവാണ്. അങ്ങയുടെ നിയോഗത്തിലാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നത്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, എൻ്റെ ഭാവി, എൻ്റെ ജോലി, എൻ്റെ ഭൗതികവും ആത്മീയവുമായ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് തന്ന വാഗ്ദത്തങ്ങൾ, എവിടെയാണ് തടസ്സം? ഇന്ന് രാത്രി അപ്പൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ കടശി രാത്രിയിൽ, ഈ മൂന്നാമത്തെ രാത്രിയിൽ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പറയാം, സമർപ്പണം പൂർണ്ണമാണെങ്കിൽ ദൈവ പൈതലെ പ്രവർത്തിക്കാൻ ദൈവം ഇറങ്ങും കേട്ടോ. 2024 തീരുന്നതിന് മുമ്പ് ഈ രാത്രി നീ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കും. ഇന്ന് രാത്രി അത് മറ്റുള്ളവർക്കുള്ള ദൂതാന്ന് പറഞ്ഞ് നീ തള്ളിക്കളയരുത്. ഈ രാത്രി യേശുവപ്പായോട് പറ, ഈ രാത്രി ആ ദൂതിന്റെ മുമ്പിൽ ഞാൻ എന്നെ കൂടെ സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എവിടെയാണ് തടസ്സം? പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. ഹല്ലേലൂയ. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കാത്തിരുന്നു, മറുപടികൾ ഇതുവരെ വെളിപ്പെടുന്നില്ല. തമ്പുരാൻ പറയുന്നു, കുഞ്ഞെ, അതിൻ്റെ പിന്നിൽ ഇന്ന് രാത്രി നിന്റെ സേഫ് സോണുകൾ പൊളിയട്ടെ, നിന്റെ ചിന്തകൾ പൊളിയട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഒരു വിടുതൽ നടക്കും, ഇങ്ങനെയാണെങ്കിൽ ഒരു സൗഖ്യം നടക്കും, ഇങ്ങനെയാണെങ്കിൽ ഒരു നോ നോ നോ. അത് വഴി നീ പറഞ്ഞു കൊടുക്കണ്ട. ഈ രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാക. നിന്റെ ചിന്തകൾ അല്ല ദൈവത്തിന്റെ ചിന്തകൾ, നിന്റെ വിചാരങ്ങളുമല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നീ പലതിനും നിന്റെ ബുദ്ധി കൊണ്ട് നീ വഴി കാണുമ്പോൾ സ്വർഗം പറയുന്നു, ഇന്ന് രാത്രി കാറ്റിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്, ചെങ്കടൽ തുറന്ന ഒരു ദൈവമുണ്ട്, ഇന്ന് രാത്രി ആകാശം തുറന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേലെ വചനം വ്യാപരിക്കുകയാണ്. ആ വചനത്തിന്റെ ശക്തി ചില കൂടാരങ്ങളിൽ ഇന്ന് രാത്രി ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നുണ്ട്. ചില ശരീരങ്ങളിൽ ഇന്ന് രാത്രി വചനത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. നിന്റെ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ഈ രാത്രി ശാരീരികമായ സൗഖ്യങ്ങൾ, ആത്മീയമായ സൗഖ്യങ്ങൾ, ഈ രാത്രി ഫിസിക്കൽ അതെ വിടുതലുകൾ ആത്മാവ് നിന്റെ മേൽ കൈമാറുകയാ. നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. പ്രിയ പിതാവേ, ഈ നല്ല നിമിഷത്തിന് നന്ദി. ഇന്ന് രാത്രി ആത്മാവിടപെട്ട അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മേൽ അങ്ങ് പകർന്ന വിടുതലിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. വ്യക്തിപരമായി ഇന്ന് രാത്രി ആ ദൂതിനെ സ്വീകരിക്കുന്നു. എവിടെയാണ് കർത്താവേ പോരായ്മകൾ, എവിടെയാണ് തകരാറുകൾ, എവിടെയാണ് ഇന്ന് രാത്രി പണിയപ്പെടൽ നടക്കേണ്ടത്, എവിടെയാണ് ഒരു ഏറ്റുപറച്ചിൽ നടക്കേണ്ടത്? കർത്താവേ, ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ വചനം കേട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ആ ദൂതിൻ്റെ വിടുതലിനെ അങ്ങ് പകർന്നതിനായി സ്തോത്രം. കർത്താവ്, ഒരു പുതുക്കം ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവസഭയെ അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ യേശുവിൻ നാമത്തിൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ.
അസ്ഥികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അസ്വസ്ഥകൾ ഇന്ന് രാത്രി ചിലരെ വിട്ട് മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. കർത്താവേ, ശിരസ് മുതൽ പാദം വരെ ഈ രാത്രി ദൈവശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. സകല രോഗബന്ധനങ്ങളും ഇന്ന് രാത്രി ആഴിഞ്ഞു മാറ് യേശുവിൻ നാമത്തിൽ. ഈ ജനത്തിന്റെ മേൽ ശാരീരിക മാനസിക ഹല്ലേലൂയ കർത്താവേ സൗഖ്യങ്ങളെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാകട്ടെ കർത്താവേ. കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കൂട്ടായ്മയുടെ അതിരുകളെ വിശാലമാക്കണം. ആത്മാക്കളുടെ ഒഴുക്ക് വെളിപ്പെടുത്തണം. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളും ശാരീരികമായും മാനസികമായും ഹല്ലേലൂയ പ്രൈസലോ കർത്താവേ സ്പിരിച്വലി ഹല്ലേലൂയ സൗഖ്യമാകട്ടെ കർത്താവേ. എല്ലാ മേഖലയിലും വർധനവിനെ ഞാൻ കൽപ്പിക്കുകയാണ്. ഈ ജനത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഇന്ന് രാത്രി അഭിഷിക്തൻ എന്ന നിലയിൽ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളിലും യേശുവിന്റെ നാമത്തിന്റെ സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കും. സഭ എണ്ണത്തിൽ പെരുകി എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ദൈവസഭ പെരുകട്ടെ. എല്ലാ മേഖലകളിലും യേശുവിന്റെ നാമത്തിന്റെ അനുഗ്രഹത്തെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാനങ്ങ് ബലം തന്നതിന് സ്തോത്രം. ഈ 3 ദിവസങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് നിർത്തിയല്ലോ. ദൈവം തുറന്ന വെളിപ്പാടുകൾക്ക് സ്തോത്രം. ആ വചന വെളിപ്പാടെല്ലാം ഈ ജനത്തിന് വിടുതലും അനുഗ്രഹവും ദൈവ പ്രവർത്തിക്കും കാരണമാകും. അത്ഭുതം ചെയ്യും. മഹത്വം അങ്ങേക്ക് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ്